എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് തിരഞ്ഞെടുക്കുന്നവർ തീർച്ചയായും മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയം എടുക്കും? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയമാണ് എടുക്കുന്നത്? ഓപ്ഷൻ ഡി 8 മിനിറ്റ് 20 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡാണ് എടുക്കുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ പോയിന്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ പോയിന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ വിക്രം ലാൻഡർ ഇറങ്ങിയ പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 2ന്റെ പേടകം ഇറങ്ങിയ പോയിന്റ് തിരങ്ക പോയിന്റ് എന്നും ചന്ദ്രയാൻ 1 ഇറങ്ങിയ പോയിന്റ് ജവഹർ പോയിന്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു അനുച്ഛേദമാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് ഏകീകൃത സിവിൽ കോഡ് UCCയെ കുറിച്ച് പരാമർശിക്കുന്നത്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 44. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ് UCCയെ കുറിച്ച് പരാമർശിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ കരിമ്പുഴ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. വായുമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചിക ഏതാണ്? വായുമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചിക ഓപ്ഷൻ ബി AQI എയർ ക്വാളിറ്റി ഇൻഡെക്സ്. AQI ആണ് വായുമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന സൂചിക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ളത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ്. സമുദ്രയാൻ ദൗത്യത്തിനായി ഇന്ത്യ വികസിപ്പിച്ച അന്തർവാഹിനിയുടെ പേര്? സമുദ്രയാൻ ദൗത്യത്തിനായി ഇന്ത്യ വികസിപ്പിച്ച അന്തർവാഹിനിയുടെ പേര് ഓപ്ഷൻ ഡി മത്സ്യ 6000. മത്സ്യ 6000 ആണ് സമുദ്രയാൻ ദൗത്യത്തിനായി ഇന്ത്യ വികസിപ്പിച്ച അന്തർവാഹിനി. സമുദ്രത്തിനടിയിൽ 6000 മീറ്റർ താഴ്ചയിലേക്ക് 3 മനുഷ്യരെ എത്തിക്കാൻ ഇതിന് സാധിക്കും. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഏത്? പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി 1973. 1973 പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ നിന്നാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏത്? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഓപ്ഷൻ ഡി 1789. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വിഖ്യാതമായ മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ആരംഭിച്ച നഗരം ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവൻ. തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ആരംഭിച്ചത്. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്താണ്? ലോക ജലദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനമായി ആചരിക്കുന്നത്. 1993 മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക ജലദിനം ആചരിക്കാൻ തുടങ്ങിയത്. അഗ്നിപഥ് പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഗ്നിപഥ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പ്രതിരോധം. പ്രതിരോധ മേഖലയിൽ പ്രധാനമായും സൈനിക റിക്രൂട്ട്മെൻറ്റിനായിട്ടുള്ള പദ്ധതിയാണ് അഗ്നിപഥ്. ഈ പദ്ധതിയിലൂടെ സൈന്യത്തിൽ ചേരുന്നവർ അഗ്നിവീരന്മാർ എന്ന് അറിയപ്പെടുന്നു. അഗ്നിവീർ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്?
ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്? ബിമൽ പട്ടേൽ. ബിമൽ പട്ടേലാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? ഓപ്ഷൻ ബി 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്ററാണ്. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 8-ാം ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ 22 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്നു. തുടക്കത്തിൽ ഈ ഷെഡ്യൂളിൽ 14 ഭാഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം? ഓപ്ഷൻ ബി വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. ഇത് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വതന്ത്ര നഗരരാഷ്ട്രമാണ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. എസ്കോർബിക് ആസിഡ് എന്നും വിറ്റാമിൻ സി അറിയപ്പെടുന്നു. സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ഡി ക്രസ്കോഗ്രാഫ്. ക്രസ്കോഗ്രാഫാണ് സസ്യങ്ങളുടെ വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഈ ഉപകരണം കണ്ടുപിടിച്ചത് പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ JC ബോസാണ്, ജഗദീഷ് ചന്ദ്ര ബോസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഓപ്ഷൻ ബി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഗ്ലൂട്ടിയസ് മാക്സിമസ് ഇടുപ്പിലെ പേശിയാണ്. ഏറ്റവും ചെറിയ പേശി കാതിലെ സ്റ്റെപ്പിഡിയസ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ്? ഇന്ത്യയിൽ ആദ്യത്തെ വ്യക്തിഗത ഇനത്തിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? ഓപ്ഷൻ ഡി അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ്. 2008 ബീജിംഗ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ഇനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ നേട്ടം. രണ്ടാമത്തെ വ്യക്തി നീരജ് ചോപ്രയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ് ജാവലിൻ ത്രോ ഇനത്തിലായിരുന്നു നേട്ടം. 2025 ഫിലിം ഫെയർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2025 ഫിലിം ഫെയർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ സി ലാപത്ത ലേഡീസ്. ലാപത്ത ലേഡീസ് ആണ് 2025 ഫിലിം ഫെയർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കിരൺ റാവു ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം? ഓപ്ഷൻ സി ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. JJ തോംസൺ ആണ് ഇത് കണ്ടെത്തിയത്. കേരളത്തിൽ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി തട്ടേക്കാട് പക്ഷി സങ്കേതം. സലിം അലി പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? തന്നിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. സെൽഷ്യസ് സ്കെയിലിൽ 37 ഡിഗ്രി സെൽഷ്യസും കെൽവിനിൽ 310ഉം ഫാരൻഹീറ്റ് സ്കെയിലിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റുമാണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില. ചരക്ക് സേവന നികുതി GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ സി കേന്ദ്ര ധനമന്ത്രി. കേന്ദ്ര ധനമന്ത്രിയാണ് GST കൗൺസിൽ, ചരക്ക് സേവന നികുതി കൗൺസിലിൻ്റെ അധ്യക്ഷൻ. 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല? ഓപ്ഷൻ എ മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത്. മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഏറ്റവും കുറവ് മണ്ഡലങ്ങളുള്ള ജില്ല വയനാടാണ്, 3 മണ്ഡലങ്ങൾ.
ഇന്ത്യയിലെ ഏത് നഗരമാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഏത് നഗരമാണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ജയ്പൂർ. ഇന്ത്യയിലെ ജയ്പൂർ ആണ് പിങ്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിനെ 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ ഡി ഇടുക്കി. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. 2023 സെപ്റ്റംബറിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗങ്ങൾ ഇടുക്കിയോട് ചേർത്തതോടെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായി ഇടുക്കി മാറിയത്. എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? എക്സ്റേ കണ്ടുപിടിച്ചത് ഓപ്ഷൻ ബി വില്യം റോൺജൻ. വില്യം റോൺജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ 42ാമത്തെ ഭേദഗതി. 1976 42ാമത്തെ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്ന വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ നർമ്മദ നദീതീരത്തുള്ള ഏകതാ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം എവിടെയാണ്? ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ആസിഡ് ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നും അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. വിറ്റാമിൻ B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ബെറിബറി. വിറ്റാമിൻ B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. കേരളത്തിൽ ആദ്യത്തെ ഫിലിം സിറ്റി ഏതാണ്? കേരളത്തിൽ ആദ്യത്തെ ഫിലിം സിറ്റി ഏതാണ്? ഓപ്ഷൻ ഡി ചിത്രാഞ്ജലി. തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലിയാണ് കേരളത്തിൽ ആദ്യത്തെ ഫിലിം സിറ്റി. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? അർത്ഥശാസ്ത്രം രചിച്ചത് ഓപ്ഷൻ എ കൗടില്യൻ. കൗടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആംപിയർ. ആംപിയർ ആണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ ആണ്. കേരളത്തിൽ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ സി കോഴിക്കോട്. കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത്. ഒരു കമ്പ്യൂട്ടറിലെ പ്രോസസ്സിംഗ് വേഗത അളക്കുന്ന യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടറിലെ പ്രോസസ്സിംഗ് വേഗത അളക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ സി ഹേർട്സ്. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് വേഗത ഹേർട്സ് എന്ന യൂണിറ്റിലാണ് അളക്കുന്നത്. സാധാരണയായി മെഗാ ഹേർട്സ്, ഗിഗാ ഹേർട്സ് എന്നീ യൂണിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. പെനിസിലിൻ കണ്ടുപിടിച്ച വർഷം ഏത്? പെനിസിലിൻ കണ്ടുപിടിച്ച വർഷം ഓപ്ഷൻ ബി 1928. 1928 പെനിസിലിൻ കണ്ടുപിടിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആയി ഇത് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയിരുന്നു. ഇന്ത്യയിൽ ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇന്ത്യയിൽ ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി LM സിംഗ്വി. ഇന്ത്യയിൽ ആദ്യമായി ലോക്പാൽ എന്ന പദം ഉപയോഗിച്ചത് LM സിംഗ്വി ആയിരുന്നു. ഭരണതലത്തിൽ അഴിമതി അന്വേഷിക്കുന്നതിനുള്ള സംവിധാനമാണിത്. ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്നത് എന്നാണ്? ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നായിരുന്നു? ഓപ്ഷൻ ബി 2024 ജൂലൈ 1. 2024 ജൂലൈ 1 ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്നത്. ഇത്
ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPCക്ക് പകരമായി കൊണ്ടുവന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനം സിക്കിം ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം തയ്യാറാക്കിയത്. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ്സ് റെസല്യൂഷനാണ് ആമുഖത്തിൻ്റെ അടിസ്ഥാനം. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ നൽകുന്നത് ആരാണ്? ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ നൽകുന്നത് ആരാണ്? ഗവർണർ. ഗവർണറാണ് ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ നൽകുന്നത്. അനുച്ഛേദം 356 പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ നൽകുന്നത് ഗവർണറാണ്. കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1959 പാലിന് വെളുപ്പ് നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണ്? പാലിന് വെളുപ്പ് നിറം നൽകുന്ന പ്രോട്ടീൻ ഓപ്ഷൻ ഡി കേസിൻ. കേസിനാണ് പാലിന് വെളുപ്പ് നിറം നൽകുന്ന പ്രോട്ടീൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് കരോട്ടിനും ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്? ഓപ്ഷൻ ബി അപ്സര. 1956 ഉദ്ഘാടനം ചെയ്ത അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ. ഇത് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഏത്? വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഓപ്ഷൻ സി ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്നാണ് വിറ്റാമിൻ ഇയുടെ ശാസ്ത്രീയ നാമം. വന്ധ്യത തടയാൻ സഹായിക്കുന്നതിനാൽ ഇത് ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം? മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം ഓപ്ഷൻ ഡി 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത് 1993 ഇതനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും രൂപീകൃതമായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.